അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ എൻ്റെ ചോദ്യം എന്നത് നമ്മൾ റമളാൻ മാസത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ റമളാൻ മാസത്തിൽ നാം നിർവഹിക്കുന്ന ഒരു കർമ്മമാണല്ലോ, പുണ്യമായ ഒരു കർമ്മമാണല്ലോ തറാവി നമസ്കാരം. അപ്പോൾ ആ ഒരു തറാവി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്കിടയിൽ അതിൻ്റെ റക്അത്തിന്റെ വിഷയത്തിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പല പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് അത് 23 റക്അത്ത് നിർവഹിക്കലാണ് കൂടുതൽ ഉചിതം എന്ന നിലക്കൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മുജാഹിദീങ്ങളായ ആളുകൾ ആ ഒരു പുണ്യകർമ്മത്തെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അതിന്റെ ആ ഒരു പുണ്യതയും അതിലൂടെ കുറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്, നിജസ്ഥിതി എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം, തറാവീഹ് 23 നമസ്കരിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം? ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്. അതുപോലെ മുജാഹിദുകൾ തറാവീഹിൻ്റെ പുണ്യത്തെ, അതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെ വെട്ടിച്ചുരുക്കുന്ന ആളുകളല്ലേ എന്നുള്ള രീതിയിലാണ് ചോദ്യം. നാം എല്ലാത്തിനും പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു മനുഷ്യൻ മുസ്ലിം ആകുന്നതിന് അവന് മാനദണ്ഡമായിട്ടുള്ളത് അവൻ്റെ ആ ഒരു ഷഹാദത്ത് കലിമയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു, സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് അതിൻ്റെ വിവക്ഷ. എന്നാൽ റസൂലിനെ അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം ആ ഷഹാദത്ത് പൂർണ്ണമാകുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, അതിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ, റസൂലിൻ്റെ മാതൃകകൾ, റസൂലിൻ്റെ ദിനചര്യകൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ദിനചര്യയായി കൊണ്ടു നടക്കുമ്പോഴാണ് ആ ഷഹാദത്തിനോട് നമ്മൾ പൂർണ്ണമായും നീതി പുലർത്തുക എന്നുള്ളതാണ്. നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ, തറാവീഹിൻ്റെ അദദിനെപ്പറ്റി, എണ്ണത്തെപ്പറ്റി വളരെ വിശാലമായ ചർച്ചകൾ തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോഴും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ്, വിഷയമാണ്. അത് 11 റക്അത്താണ്, അല്ലെങ്കിൽ 13 റക്അത്താണ്, 23 36 അല്ലെങ്കിൽ വളരെ എത്ര നീട്ടിക്കൊണ്ടുപോകാമോ അത്ര തന്നെ നമസ്കരിച്ച് നീട്ടിപ്പോകാമെന്നുള്ള രീതിയിൽ പോലും അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എങ്ങനെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ മടങ്ങേണ്ട, നമ്മൾ വിശ്വസിക്കേണ്ട നമ്മളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂലി. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും മടങ്ങുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു പ്രസ്താവന എന്നുള്ളത്. ആ ഒരു മാർഗത്തിലാണ് നമുക്ക് നടക്കുവാനുള്ളതും നമുക്ക് മുന്നോട്ട് പോകുവാനുള്ളതും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത്, അതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത്തരത്തിൽ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായ മാതൃക വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന, സ്വീകാര്യോഗ്യമായ ഒരു കിതാബാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള സ്വഹീൽ ബുഖാരി എന്നുള്ള ഗ്രന്ഥം. ആ സ്വഹീൽ ബുഖാരിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലെ നമസ്കാരം എപ്രകാരമാണ് എന്ന് ആ റസൂലിൻ്റെ പത്നിയോട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി 11 റക്അ. റമളാനിലാകട്ടെ അതല്ലാത്ത സമയത്താകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല, രാത്രി അങ്ങനെ റസൂൽ നിന്ന് നമസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഈ ഹദീസ് സ്വഹീൽ ബുഖാരിയിലെ 2013 ഹദീസായും സ്വഹീൽ മുസ്ലിമിൽ 738 ഹദീസായും നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള തെളിവിന് അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം 11 റക്അത്ത് സലഫി ലോകം, ഇസ്ലാഹി പ്രസ്ഥാനം അല്ലെങ്കിൽ മുജാഹിദുകൾ അനുഷ്ഠിച്ചു പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ അവർ പലരും തെളിവ് പിടിക്കുന്നത് 23 നമസ്കരിക്കാം, 23 റക്അത്ത് നമസ്കരിക്കാം എന്നതിന് തെളിവ് പിടിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിരുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കുവാൻ വേണ്ടി സ്വഹാബത്തിനോട് തൻ്റെ അനുചരന്മാരോട് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൂടെ എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ മറുപടിയിൽ നിന്ന്, അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു വാചകത്തിൽ നിന്ന് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവിടെ വരുന്നുണ്ട് എന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോടും തമീമുദ് ദാരി റളിയല്ലാഹു അൻഹുവിനോടും ജനങ്ങൾക്ക് ഇമാമത്ത് നമസ്കരിക്കുവാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയാണ്. അയ്യഖൂമ ലിന്നാസി ബി11 റക്അ, നിങ്ങൾ ജനങ്ങൾക്ക് മേൽ 11 റക്അത്ത് നിങ്ങൾ ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കുക. അത് റമദാനിൻ്റെ സമയത്ത് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പള്ളിയിലേക്ക് നമസ്കാരം ഒരുമിപ്പിച്ച് കൂട്ടിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ആ സഹാബത്തിനോട് ഇമാമ് നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുന്നവരോട് 11 നമസ്കരിക്കുക എന്നതാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് കൃത്യമായിക്കൊണ്ട് 2 സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികളാണ്, തെളിവുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് ഇമാം മാലിക് റഹിമഹുള്ളയുടെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം മുവത്തയിൽ 311-ാമത്തെ ഹദീസായിക്കൊണ്ട് ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. തമീമുദ് ദാരിയോടും ഉബയ്യ് ഇബ്നു കഅബിനോടും പറഞ്ഞ സംഭവം. ഇത് രണ്ടും സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, സ്വഹീഹായ ആ ഒരു മാതൃക അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ ചെയ്തു പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ 23 നമസ്കരിച്ചു എന്ന് പറയുന്ന ആളുകൾ അവർ തെളിവായി കൊണ്ടുവരുന്ന മറ്റൊരു ഹദീസ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന രീതിയിൽ, 23 നമസ്കരിച്ചു എന്ന രീതിയിൽ പറയുന്നതാണ്. എന്നാൽ കൃത്യമായി കൊണ്ട് തന്നെ സ്വഹീഹ് ബുഖാരിയുടെ ശറഹായിട്ടുള്ള ഫത്ഹുൽ ബാരിയിൽ, അത് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ഫത്ഹുൽ ബാരിയിൽ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ 11 റക്അത്ത് നമസ്കരിക്കുവാൻ റസൂലുള്ളാഹിയുടെ നമസ്കാരം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ ഹദീസിന്റെ ശറഹായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫൈസ്നാദുഹു ലഈഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത് 23 ആണ് എന്ന് അബൂ ശൈബ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ഹദീസിൻ്റെ ആ സനദ് ലഈഫാണ്, അതിനനുസരണമായി ആ ഒരു ഹദീസിനെ അനുസൃതമായിക്കൊണ്ട് അമലുകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല, അതിനെ അടിസ്ഥാനമായിക്കൊണ്ട് ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അമലുകൾ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ കൊണ്ടുവന്ന ആ 11 റക്അത്തിന് വിരുദ്ധമാണ്, അതിന് ഘടകവിരുദ്ധമാണ് ഈ റസൂലുള്ളാഹി 23 നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ്. അതിന് സനദ് ദുർബലമാണ് എന്ന് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിന് വിരുദ്ധമാണ്. മാത്രമല്ല റസൂലിന്റെ രാത്രികളെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലിന്റെ പ്രിയപത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ ആ ഒരു ഹദീസിനെ, ആ ഒരു വാക്യത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഹദീസ് ഉള്ളത്. അത് ദഈഫാണ്, അത് സ്വീകരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ അതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് 11 നമസ്കരിക്കുന്നവർ ബിദ്അത്തുകളാണ്, ബിദ്അത്തുകാരാണ്. അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കാത്തവരാണ്, റസൂലിൻ്റെ മാതൃകയിൽ നിന്ന് വെട്ടിച്ചുരുക്കുന്നവരാണ്, അമലുകൾ വെട്ടിച്ചുരുക്കുന്നവരാണ്, പ്രതിഫലം ലഭിക്കുന്നതിനെ പകുതിയാക്കുന്നവരാണ് എന്ന രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വിമർശനങ്ങളായി വരുന്ന ആളുകൾ പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഈ പോലെയുള്ള സലഫി പ്രസ്ഥാനത്തെ ആളുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ വക്രീകരിച്ച് കാണിക്കുവാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പല വിഷയങ്ങളിലും ഇതുപോലെയുള്ള ദഈഫായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ പെട്ട ഒരു വിഷയമാണ് ഇത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട്, റസൂലിന്റെ സുന്നത്തിനെ മുൻനിർത്തിക്കൊണ്ട്, ആ ഒരു സുന്നത്തിനെ സജീവമാക്കി അതിനെ ജീവിപ്പിക്കുന്ന, സജീവമാക്കുന്ന മുഅ്മിനീങ്ങളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടണമെന്നാണ്. റസൂലിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും എല്ലാ ഘട്ടത്തിലും നമുക്ക് പുലർത്തി പോരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ കൃത്യമായി സലഫികൾ ഒരിക്കലും 23 വെട്ടിച്ചുരുക്കി 11 ആക്കിയതല്ല.
മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിച്ചത് 11 സ്വഹീഹായ ഹദീസ് നമ്മുടെ ഉമ്മ റസൂലുള്ളാന്റെ ഭാര്യ, റസൂലുള്ളാനെ നമ്മേക്കാൾ മറ്റുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന റസൂലുള്ളാന്റെ ഭാര്യയിൽ നിന്നുമുള്ള ഹദീസാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കിതാബ് സ്വലാത്തു തറാവീഹി എന്ന അധ്യായത്തിൽ ആകെ ഒരു ഹദീസാണുള്ളത്. അത് 11 റക്അത്താണ്. പിന്നെ ഉള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ കൽപ്പിച്ചു. അതിലും സഹീഹായി വന്നത് 11. എന്നിരിക്കെ ആ റസൂലുള്ളാന്റെ സുന്നത്ത് സലഫികൾ എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ആ റസൂലുള്ള പഠിപ്പിക്കാത്തതിനപ്പുറത്തേക്ക് കൂട്ടിച്ചേർക്കാൻ അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട് അത് കൂട്ടിച്ചേർക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി ഇവിടെ അവതരിപ്പിച്ചത്. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച എല്ലാവർക്കും കടപ്പാടറിയിക്കുകയാണ്. നമ്മുടെ ഈ സെഷൻ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഉപസംഹാര ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൺകുട്ടികളുടെ ഭാഗത്ത് ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരവസരം കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വല്ലതുണ്ടോ? ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഉപസംഹാരത്തിന് വേണ്ടി ആരാണ്? ബിലാൽ ചാലിശ്ശേരിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്ത തറാവീഹിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്ത്രീ പള്ളിപ്രവേശനം, ഖുർആൻ പരിഭാഷ, അതുപോലെ തന്നെ ഖബർ കെട്ടിപ്പൊക്കൽ എന്നുള്ള വിഷയങ്ങളെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ചർച്ചയ്ക്ക് കാരണമാകുന്ന വിഷയങ്ങളാണ്. ഈ ഒരു പരിപാടിയിൽ ആ വിഷയങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു വിശ്വാസി നിലപാടെടുക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി. തറാവിഹായാലും സ്ത്രീ പള്ളിപ്രവേശനമായാലും ഖബർ കെട്ടിപ്പൊക്കലായാലും ഈ മേഖലയിലെല്ലാം, ഈ വിഷയങ്ങളിലെല്ലാം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്തെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ അവനത് പഠിപ്പിച്ചു കൊടുത്തത്, എങ്ങനെയാണോ സ്വഹാബത്ത് അതനുസരിച്ച് ജീവിച്ചത്, ആ ഒരു മാർഗേണയാണ്, ആ ഒരു രൂപേണയാണ് നാം ഓരോരുത്തരും ആ ചര്യയെ പിൻപറ്റേണ്ടത്. മറിച്ച് അതിലേക്ക് ചില കൂട്ടിക്കടത്തലുകൾ ചേർത്തുകൊണ്ട് അത് നന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. അതായത് ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂല് ദീൻ പൂർണ്ണമാക്കി തന്നതാണ്. പിന്നീട് ആ ദീനിന്റെ വിഷയത്തിൽ വീണ്ടും ഒരു കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമില്ല. ആ കൂട്ടിച്ചേർക്കൽ എന്താണോ അത് നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം ഓരോരുത്തരുടെയും പക്കൽ നിന്ന് അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് ബിദ്അത്തുകൾ നമ്മുടെ ആരാധന കർമ്മങ്ങളിലും മറ്റ് നാം ചെയ്യുന്ന നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങളിലുമുണ്ട്. അതിൽ നിന്നെല്ലാം എന്താണ് ബിദ്അത്ത്, എങ്ങനെയാണ് റസൂൽ ആ ചര്യയെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് ആ സുന്നത്തിനെ നാം ഓരോരുത്തരും പിന്തുടരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചത് എന്ന് കൃത്യമായി അറിയില്ല. അങ്ങനെ അവരുടെ ആരാധന കർമ്മങ്ങളിൽ ബിദ്അത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ജാമ്യയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക്
നാം ഓരോരുത്തരുടെയും കടമയാണ് അവർക്ക് എന്താണ് കൃത്യമായി ദീൻ എങ്ങനെയാണ്, കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയുന്ന ആളുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി ആശംസിക്കുന്നതിന് വേണ്ടി സാലിഹിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബിൻ്റെ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മുനാദറ നമുക്ക് നടത്താൻ സാധിച്ചു. ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്നുള്ളത് ഇന്നീ ഒരു സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന, വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളാണ്. അതിനെല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ അതിന് ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള നിരവധി പ്രോഗ്രാമുകൾ നടത്താൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. അതിന് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിക്കൊണ്ട് നമുക്ക് സ്വാഗത ഭാഷണം നിർവഹിച്ച അൻഷിദ് കരുവാരക്കുണ്ട്, ഈ ഒരു പരിപാടിയുടെ മോഡറേറ്ററായ അബ്ദുൽ മജീദ് സുഹരി, നാം ഇന്നെടുത്തിട്ടുള്ള ഈ ഒരു വിഷയത്തിന് വളരെ നല്ല രീതിയിൽ വിഷയാവതരണം അവതരിപ്പിച്ച ഖലീൽ തലശ്ശേരി, അതുപോലെ തന്നെ ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഉത്തരങ്ങൾ പറഞ്ഞ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ ഒരു മുനാദറയ്ക്ക് വളരെ നല്ല രീതിയിൽ കൺക്ലൂഷൻ അവതരിപ്പിച്ച ബിലാൽ ചാലിശ്ശേരിക്കും മറ്റു സദസ്സിലുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.